വഖഫ് ബോർഡ് നിയമനത്തിനെതിരായി കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. അത് തെറ്റായ തരത്തിലുള്ള വഖഫ് ബോർഡ് നോമിനേഷനെതിരായ വിധിയായിരുന്നു. അപ്പോൾ ആ വിധിയിൽ അപ്പീൽ പോയതാരാ? ഈ തെറ്റാണ് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയ വഖഫ് ബോർഡാണ്. അതിൻ്റെ ചെയർമാനും അതിലെ ഒരു അംഗവുമാണ് സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയുടെ വിധി മാറിക്കിട്ടണം എന്ന് പറഞ്ഞ് അപ്പീൽ പോയത്. സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതി കേൾക്കേണ്ടതില്ല, നിങ്ങൾ തിരിച്ച് ഹൈക്കോടതിയിലേക്ക് തന്നെ പോയിക്കോളുന്നു. അത് വിജയമാണോ പരാജയമാണോ? ഇത് ഈ ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര മോശമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഈ വിഷയം ഇപ്പം ഞങ്ങൾ കേൾക്കേണ്ടതില്ല, ഇത് ഹൈക്കോടതിയിൽ തന്നെ തുടർന്നാൽ മതി എന്നാണ്. അപ്പോൾ ഹൈക്കോടതിയിൽ തന്നെയാണ് ഇനി ഈ കേസ് തുടരുക. 1. 2, അതിലാകെ വന്നൊരു പരാമർശം, ഹൈക്കോടതി അതിൽ ശരിയായ രീതിയിലുള്ള ഒരു ജോയിൻറ്റ് സെക്രട്ടറിക്ക് അതിൻ്റെ അധികാരം നൽകണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ജോയിൻറ്റ് സെക്രട്ടറിയെ, കഴിഞ്ഞ ഗവൺമെൻറ് വെച്ച ജോയിൻറ്റ് സെക്രട്ടറിയെ മാറ്റി ശരിയായ രീതിയിലുള്ള നോമിനേഷൻ ആ കാര്യത്തിൽ ചുമതല നടത്തി. അപ്പോൾ ഹൈക്കോടതിയിൽ ഒറ്റ പരാമർശമേ ഉള്ളൂ, സുപ്രീം കോടതിയിൽ ഒരു പരാമർശമേ ഉള്ളൂ, ഹൈക്കോടതിയുടെ മേൽനോട്ടം ഇപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ജോയിൻറ്റ് സെക്രട്ടറിയുടെ മേൽനോട്ടം വേണ്ടതില്ല. ആയിക്കോട്ടെ, കോടതി അങ്ങനെയാണ് കണ്ടെത്തുന്നത്. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞാൽ അതിലാർക്കും ജയവും പരാജയമൊന്നുമില്ല. അപ്പോൾ സത്യത്തിൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയവർക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ജാള്യതയിൽ സർക്കാരിനെ എന്തോ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ച് നടന്നാൽ അതുകൊണ്ട് വല്ല ആശ്വാസം കിട്ടും. നിയമം അറിയുന്നവർ ഈ കേസ് പരിശോധിച്ച് നോക്കൂ. സുപ്രീം കോടതിയിൽ എന്തിനാ പോയത്? ഹൈക്കോടതിയുടെ വിധി ദുർബലപ്പെടുത്താനാണ്. ഹൈക്കോടതി വിധി ദുർബലപ്പെട്ടിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ബോർഡിന് എന്തെങ്കിലും അധികാരം തിരിച്ചു കൊടുത്തോ? ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല. കേസ് ഇനിയും ഹൈക്കോടതിയിൽ തുടരും. അത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ അഫിഡവിറ്റുകളും ഞങ്ങൾ ബന്ധപ്പെട്ട വക്കീലന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കോടതിയിലുള്ള പ്രശ്നം എന്തായിരുന്നു? കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഇത് റെഗുലറായിട്ടുള്ള നോമിനേഷൻ അല്ല, അതിൽ ഈ പറഞ്ഞ പോലെ നോൺ മുസ്ലിം പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ ഒരു റിപ്ലൈയും ഗവൺമെൻറ് കോടതിയിൽ അത് പറഞ്ഞിട്ടില്ല. കോടതിയാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്. പിന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് BJPയുമായി ഒത്തുകളിച്ച് നോൺ മുസ്ലിം പ്രാതിനിധ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഒക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നവരുണ്ട്. അവർ ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയെ കൊടുത്തപ്പോൾ അവർ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. എന്താ? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ അത് ചെയ്യുന്നില്ല, ഞങ്ങളതിന് കുറ്റക്കാരല്ല. അവർ കൊടുത്ത അഫിഡവിറ്റ് പരിശോധിച്ച് നോക്കൂ. ഇന്ന് സുപ്രീം കോടതിയിൽ നടന്ന കേസിൽ ഈ പറഞ്ഞ 2 ആളുകൾ, ചെയർമാനും മറ്റൊരു ബോർഡ് അംഗവും, അവരവിടെ ചെല്ലുമ്പോൾ കളം മാറ്റി ചവിട്ടുകയാണ്. എന്താ പറഞ്ഞത്? നോൺ മുസ്ലിമിനെ വെക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ വെക്കുന്നില്ല. ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ഇത് വെക്കാൻ വേണ്ടി ഇവിടെ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളതാണ്. സംഗതി നമ്മുടെ രാജ്യത്ത് വഖഫ് ഭേദഗതി നിയമം പാസ്സാകുന്നതിന് മുമ്പ് അതിനെതിരെ അതിശക്തമായി രാഷ്ട്രീയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ പാസ്സായി കഴിഞ്ഞപ്പോൾ അത് നിയമമാണ്. എന്നിട്ടും ഞങ്ങൾ എല്ലാ വിഷയത്തിൽ രംഗത്ത് വന്നത്, ഇവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന വഖഫ് ബോർഡിലെ നോമിനേഷനെ കുറിച്ച് പല വിധത്തിലുള്ള ഇറഗുലാരിറ്റി പറഞ്ഞതിൽ ഒന്നാണ് ഈ പ്രശ്നം. ഏതായിരുന്നാലും ഈ പ്രശ്നം സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട്. തമിഴ്നാട് കേസുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പറയട്ടെ. രാജ്യത്ത് കോടതികൾ പറയുന്നത് അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ സുപ്രീം കോടതി അതിൽ എന്താണ് നിലപാട് സ്വീകരിക്കുക? വഖഫ് ഭേദഗതി നിയമം പാസ്സായിട്ടുണ്ട്, അതിലുള്ളതാണ് ഈ 2 നോൺ മുസ്ലിം ഇഷ്യൂ. അത് ധൃതിപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തിട്ടില്ല. അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഇതേ പ്രശ്നം സുപ്രീം കോടതിയിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുകയാണ്. സുപ്രീം കോടതി പറയുന്നതാണ് രാജ്യത്തെ നിയമം. അത് പറയുമ്പോൾ അപ്പം ആലോചിക്കാം. ചെയർമാൻ വീണ്ടും ഒരു യോഗം വിളിച്ചേർത്തിട്ടുണ്ട്, സർക്കാരിൻ്റെ അറിവോടുകൂടിയാണ്. വഖഫ് ബോർഡിന് യോഗം ചേരാം.
അല്ല, വഖഫ് ബോർഡ് കേസ് നിലനിൽക്കുമ്പോൾ അത് സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നതൊന്നും ഒരു ശരിയായ രീതിയല്ല. ഞങ്ങളിപ്പോൾ ഗവൺമെൻറ്റിന് അതിൽ പലതും ആക്ട് ചെയ്യാം, ഞങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ കോടതിയിൽ കേസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. ആ വഖഫ് ബോർഡിലെ പല നോമിനേഷനും ശരിയല്ല. അതൊക്കെ വിത്ത് ദ പ്ലഷർ ഓഫ് ഗവൺമെൻറ്റിന് പിന്നെ ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ അത് നോമിനേറ്റ് ചെയ്യാം. എന്താ ഞങ്ങൾ നോമിനേറ്റ് ചെയ്യാത്തത്? ദ കേസ് ഈസ് പെൻഡിങ് ബിഫോർ ദ കോർട്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിലാണ് കേസിൽ കോടതി പറയട്ടെ, അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യും. അല്ല, നമ്മൾ കോടതി കേസ് തീർപ്പാകുന്നത് വെയിറ്റ് ചെയ്യാം, അതിനനുസരിച്ച്. അല്ല, സർക്കാരിൻ്റെ നിലപാട് അത് സമയോചിതമായി ഓരോ സമയത്തും തീരുമാനിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ നിങ്ങൾ ഇങ്ങനെ എത്ര നിസ്സാരമായൊരു സംഗതിയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഇതിന് എത്ര ചെറിയ ഒരു പെറ്റി പൊളിറ്റിക്സിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. അതല്ലല്ലോ ഇതിലെ വിഷയം. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നതല്ലല്ലോ ഇതിലെ വിഷയം. അതിലൊക്കെ ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ടല്ലോ. അപ്പോൾ അതല്ല ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലാണ് കേസുള്ളത്. സുപ്രീം കോടതി പോയവരോടും ഹൈക്കോടതിയിലേക്ക് തന്നെ വരാനാണ് സുപ്രീം കോടതി പറഞ്ഞത്. കോടതി തീരുമാനിക്കട്ടെ, കോടതിയുടെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും. ഞാനിന്ന് ഡൽഹിയിൽ പോകുന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ടല്ല. ഡൽഹിയിൽ നാളെയും മറ്റന്നാളുമായി 2 യോഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് SSK ഫണ്ടുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന് വരാൻ പോകുന്ന, ഇപ്പോൾ 8ാം ക്ലാസ് വരെ നമ്മൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക്. അത് +2 തലം വരെ ഉയർത്താനുള്ളൊരു പുതിയ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട്. അത് PM പോഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ്. അതിനെ സംബന്ധിച്ച് ചില ചോദ്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെ അതിൻ്റെ ഫണ്ട് ഷെയറിങ്ങും അതിൻ്റെ പാചക തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ സംബന്ധിച്ച മറുപടി ഉണ്ട്. അത് തയ്യാറാക്കി അത് ചർച്ച ചെയ്യാൻ കൂടി വേണ്ടിയാണ്. PM പോഷനും SSK ഫണ്ടിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് 2 ദിവസങ്ങളിലായി മീറ്റിംഗ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൻ്റെ അവകാശങ്ങൾ ചോദിക്കാൻ, സംസാരിക്കാൻ ഒരു പുതിയ പദ്ധതി വരുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിൽ നമ്മുടെ നിർദ്ദേശങ്ങൾ വെക്കാൻ ഒക്കെ ആയിട്ടാണ് ഞാനിന്ന് ഡൽഹിക്ക് പോകുന്നത്. ഞാനിന്ന് ഡൽഹിക്ക് പോകുന്നതും PM ശ്രീയും തമ്മിൽ ഒരു ബന്ധവുമില്ല.